ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടൊയോട്ട റുമിയന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ വി വേരിയന്റ് ആണ്. വിയിലെ ഓട്ടോമാറ്റിക് വേരിയന്റ്. റീസെന്റ് ഈ വാഹനത്തിന് കുറച്ചധികം അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് പുതിയ റുമിയന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസും ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് ടൊയോട്ട റുമിയന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ വി വേരിയന്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ശരിക്കും റുമിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർട്ടിഗയുടെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് നമുക്ക് റുമിയോൺ ഫീൽ ചെയ്യും. ശരിക്കും ഈ വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ XL6 ആയിട്ടാണ്. XL6ന്റെ ഒക്കെ ഒരു ലുക്ക്, ആ ഒരു പ്രീമിയം ഫീലും ലുക്കും നമുക്ക് ശരിക്കും റുമിയോൺ തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഫ്രണ്ടിലെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും അതിന് നടുക്ക് വരുന്ന ആ ഒരു ടൊയോട്ടയുടെ ലോഗോവും തന്നെയാണ്. മറ്റ് ലുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് എർട്ടിഗയുടെ കോമൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്രോം എലമെൻറ്റ്സ് റുമിയോണിൽ കൂടുതലാണ്. അതാണ് ശരിക്കും ആ ഒരു പ്രീമിയം ഫീൽ തരാനായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഇപ്പോഴും ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ലോ ബീമായിട്ട് കൊടുത്തിരിക്കുന്നു. പ്രൊജക്റ്റഡ് ആണ്. അതിനോട് ചേർന്ന് ഹൈ ബീം ലൈറ്റുകൾ ഹാലജനായിട്ട് തന്നെയാണ് വരുന്നത്. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഇവിടെ പാർക്ക് ലൈറ്റും കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഹാലജൻ ആണ്. നമുക്ക് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിനകത്താണ് കുറേ ക്രോം ഇൻസൈറ്റ് കാണാം. ഫ്രണ്ടിലെ ഗ്രില്ലിന് ചുറ്റും ഒരു ക്രോം ലൈൻസ് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഗ്ലോസി ബ്ലാക്കിലാണ് ആ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തെ ശരിക്കും ഒരു പ്രീമിയം ലുക്കിംഗ് തരുന്നത്. ഒരു ബമ്പറിൻ്റെ താഴത്തെ പോർഷനിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും എർട്ടിഗേനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് റുമിയോൺ ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടൊയോട്ട ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള റീസൺ തന്നെ ഈ ഒരു അലോയ്സ് ആണ്. ഒരു പ്രീമിയം ലുക്കിംഗ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 15 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. നമുക്ക് 185, 65, 15 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള അലോയ്സ് തന്നെയാണ്. നിനക്ക് ടൊയോട്ടയുടെ ഒരു ലോഗോ കാണാം. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഡോർ ഹാൻഡിൽസ് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാണാം. ഇത് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. വേറെ വിൻഡോ ക്രോം കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. താഴെ നമുക്ക് സ്റ്റിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോഴും ആ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഈ വാഹനത്തിലൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് പോർഷൻ നമുക്ക് കുറച്ചുകൂടി തിക്കായതായിട്ട് ഫീൽ ചെയ്യുന്നത് കാണാം. പിന്നെ ഈ ഒരു പോർഷനിലെ സൈസ് കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. കാര്യം ആദ്യം ഈ ഒരു റൂഫ് ലൈൻ ഇങ്ങനെ കോർണർ ചെയ്താണ് വന്നിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടി വലിപ്പമുള്ളത് നിവർത്തിയ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യാം. അതാണ് റുമിയോൻ്റെ വശങ്ങളിൽ നോക്കുമ്പോൾ പഴയ വാഹനമായിട്ടുള്ള ഏക ഒരു ഡിഫറൻസ്. ബാക്കിലേക്ക് വരുമ്പോഴാണ് ഒരു വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ എർട്ടിഗയിൽ കണ്ട പോലെ തന്നെയുള്ള ആ വലിയൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് റുമിയോണിലും കാണാനായിട്ട് പറ്റുക. എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു വലിപ്പം കൂടിയ വലിയ സ്പോയിലർ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു സ്പോട്ടി ലുക്കിംഗ് കേക്കായിട്ട് ബാക്ക് വശത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്താണെങ്കിൽ നമുക്കത് ഒരു ക്ലോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോവർ കാണാം. അതിന് നടുക്കായിട്ട് ഒരു ക്രോം ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. റുമിയോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ്, നിയോ ഡ്രൈവ് വി എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അതായത് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആ ടെക്നോളജി തന്നെയാണ് ഇതിനകത്തും വരുന്നത്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ റിഫ്ലക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ബാക്ക് വശത്ത് നിന്നുള്ളൊരു ലുക്ക്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ റുമിയോണിൽ വരുന്നില്ല. സൺറൂഫ് വരുന്നില്ല. റൂഫ് റെയിൽസൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലിപ്പ് ടു ഓപ്പൺ ടൈപ്പാണ് ഇപ്പോഴും ആ ബാക്കിലെ ബൂട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസറും അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ എടുത്ത് പറയത്തക്ക ബൂട്ട് സ്പേസ് ഒന്നുമില്ല. 209 ലിറ്ററാണ് ഈ 3 റോയിൽ നിവർത്തി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ബൂട്ട് സ്പേസ്. അതിന് താഴെ നമുക്കിവിടെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇതിനകത്തും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റ് നമുക്കൊരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 550 ലിറ്ററായിട്ട് അതിൻ്റെ ബൂട്ട് സ്പേസ് കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയും എപ്പോഴും 7 പേര് യാത്ര ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇത്
ഒരു ബൂട്ട് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി റിമൈനിൽ വന്നൊരു അപ്ഡേറ്റ് ആണ്, തേർഡ് റോയിലേക്കുള്ള AC വെൻസ് ഇവിടെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണും അതിന് ചേർന്ന് ഒരു കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AC വെൻസിനോട് ചേർന്ന് കപ്പ് ഹോൾഡേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് വാട്ടർ ബോട്ടിലെല്ലാം കൂളായിട്ട് വെക്കാനായിട്ട് അത് സഹായിക്കും. അത് ഈ ഒരു കോർണറിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശം നമുക്ക് ജസ്റ്റ് ഒരു കപ്പ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് അവിടെ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് ഗ്രാബ് ഹാൻഡിൽ, ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെൻട്രൽ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ അടിയിൽ 15 ഇഞ്ച് വീൽസ് തന്നെ സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ ആൻഡ് ബേജ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ബേജ് ഫിനിഷാണ് വരുന്നത്. ശരിക്കും ഓഫ് വൈറ്റ് ബേജ് എന്നൊക്കെ പറയാം. ഇവിടെ ഒന്നും നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ്, ചെറിയ രീതിയിലൊരു സോഫ്റ്റ് ടച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്കൊരു വുഡ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടേഴ്സ് വരുന്നുണ്ട്. താഴെ സ്പീക്കേഴ്സ് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റെല്ലാം ഫുൾ ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ ഫിനിഷ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇപ്പോഴും ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഹുഡ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്ക് റിയറിലെ AC ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ഫേക്ക് വുഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. AC വെൻസിന് ചുറ്റും എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അപ്ഡേറ്റഡ് റിമൈൻ്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം പഴയതും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇന്റീരിയറിൽ വന്നതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. പക്ഷേ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുള്ളത്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. സീറ്റിൻ്റെ സൈഡിലും 6 എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു ടോപ്പിലെ ആ ഒരു മെറ്റീരിയലിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ആ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതിനകത്ത് നമുക്ക് ആ ഒരു സെയിം കളറിൽ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു വുഡ് ഫിനിഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് കൺട്രോൾസ്, താഴെ ഫോണിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. അതും ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ പാഡിൽസ് വരുന്നുണ്ട്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈപ്പേഴ്സിലും ഓട്ടോ വൈപ്പറിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു MT, പിന്നെ നമ്മളുടെ നിയോ ഡ്രൈവ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും അതിൻ്റെ ഇൻഫർമേഷൻസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു കളേർഡ് 3.5mm TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം റീഡബിൾ ആണ്. പിന്നെ ആ മീറ്ററുകളാണെങ്കിലും അതിൻ്റെ നീഡിൽസ് എല്ലാം താഴേക്ക് വരുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. 4 സ്പീക്കറും 2 ട്യൂട്ടോറും കൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സിസ്റ്റമാണ്. മ്യൂസിക് ക്ലാരിറ്റി, അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഡീഷണലി വന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ TPMS അഡീഷണലി ആഡ് ഓൺ ആയിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫ്യൂവൽ ഇക്കോണമിയുടെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. സ്പീഡിൻ്റെ ഇൻഫർമേഷൻസ്, പിന്നെ എനർജി ഫ്ലോ, നമ്മുടെ നിയോ ഡ്രൈവിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം. ഡീസൻറ്റ് ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന ഒരു സിസ്റ്റമാണ്. അതിനകത്ത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതിന് താഴെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിലെല്ലാം നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ്
കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റാണ് വരുന്നത്. അതും ആ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് വരുന്നത്. പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം യൂണിറ്റ് തന്നെ, പക്ഷെ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാണാൻ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്ന ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതിന് മുമ്പ് നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സിൽ കൂൾഡ് ഫീച്ചർ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളുടെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, ആ ഗിയർ ലിവറിലെല്ലാം നമുക്ക് ആ ഒരു ലെതർ ഫിനിഷ് കാണാം. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ആ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ്, അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. SRS എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് ഇപ്പോഴും വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസായിട്ട് ഗ്ലോ ബോക്സ്, കൂൾഡ് ഫീച്ചറോ അല്ലെങ്കിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് നമുക്ക് ഈ ടോപ്പ് എൻഡിനെ വിളിക്കാം. നമുക്കിപ്പോൾ ഫാൻസി ഫീച്ചറായ സൺറൂഫ് അല്ലെങ്കിൽ വയർലെസ് ചാർജർ പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് റോയിലെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. അത് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് നമ്മളിപോലെ ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഇപ്പോൾ ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ 2 Type C ചാർജിങ് പോർട്ടുകൾ കാണാം. നമുക്ക് ഇതിനു മുമ്പ് റൂഫ് മൗണ്ടഡ് ആയിട്ടായിരുന്നു AC വന്നിരുന്നത്. അത് റിമൂവ് ചെയ്തിപ്പോൾ താഴത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ സീറ്റുകൾ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ മാക്സിമം റിക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ഇതിനകത്ത് നമുക്ക് കണ്ടെത്താം. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു മിഡിൽ റോയിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ബാക്കിയോ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഈ 5 പേർക്ക്, ഇപ്പോൾ ഫ്രണ്ടിൽ 2 + 3 പേർക്ക് 5 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. തലയെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാനായിട്ട് പറ്റും. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. തേർഡ് റോയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേർക്കും ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് തേർഡ് റോയിലേക്ക് ഇവിടെ 2 Type C ചാർജിങ് പോർട്ടുകളും അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്ഡേറ്റഡ് റിമ്യൂണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് TPMSഉം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളുടെ ടൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത്. ആ എഞ്ചിനിൽ തന്നെ നമുക്കൊരു CNG ഓപ്ഷനും അവൈലബിൾ ആണ്. അത് സെക്കൻഡ് വേരിയൻ്റ് S വേരിയൻറ്റിൽ മാത്രമാണ് CNG കൊടുത്തിരിക്കുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. CNG വേരിയൻറ്റിൽ നമുക്ക് ആ 5 സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. റിമ്യൂണ്ട് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ GST ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചെറിയൊരു പ്രൈസിന്റെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിമ്യൂൺ ശരിക്കും പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ XL6 എനിക്കൊരു പ്രൈസിൽ തോന്നിയ ഒരു കാര്യമാണ്. XL6 ഇത് കുറച്ചും കൂടി പ്രൈസിന്റെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. എർട്ടിഗയ്ക്ക് എന്താണെങ്കിലും ഈ വാഹനത്തേക്കാൾ ഒരു 50,000 തൊട്ട് 60,000 രൂപ വരെ പ്രൈസ് കുറവാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടൊയോറ്റയിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന പ്രൈസിന്റെ കൂടെ ലഭിക്കുന്നത് 3+3 ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അതായത് 3 കൊല്ലത്തേക്ക് വാഹനത്തിന്റെ ഫുൾ കവർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പ്ലസ് അതിനകത്ത് റിട്ടേൺ ടു ഇൻവോയ്സും കൂടി ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് നിങ്ങൾ 3 കൊല്ലത്തെ അഡീഷണൽ ആയിട്ട് എടുക്കുകയാണ് എങ്കിൽ 3 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട. ഇപ്പം നിങ്ങൾക്ക് വാഹനത്തിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെയും വേറെ ഇൻഷുറൻസിൻ്റെ അഡീഷണൽ പേയ്മെൻറ്റോ നിങ്ങൾ നോ ക്ലെയിം ബോണസോ സംഭവങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് കട്ടാവുന്നില്ല. അപ്പോൾ 3 കൊല്ലത്തേക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഈ 3 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് റിട്ടേൺ ടു ഇൻവോയ്സും അതിനകത്ത് വരുന്നുണ്ട്.
ഇപ്പോൾ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്ന ഈ മാനുവൽ വേരിയൻ്റ് ആണ്. ആ വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 9,90,000 രൂപയാണ്. 9,50,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,44,000 രൂപ. നമ്മൾ ഈ പറയുന്ന പ്രൈസിലെല്ലാം 3+3 ഇൻഷുറൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് വേരിയൻ്റ് എസ് വേരിയൻറ്റിലേക്ക് വന്നാൽ, എസ് വേരിയൻറ്റിലാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. CNG വരുന്നത് നമ്മളുടെ എസ് വേരിയൻറ്റിൽ തന്നെയാണ്. അപ്പോൾ എസ് വേരിയൻറ്റ് നമുക്ക് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,86,000 രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 13,07,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. CNG വരുന്നുണ്ട്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് CNG വേരിയൻറ്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. തേർഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ജി വേരിയൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്ക് ജി വേരിയൻറ്റിനെ വിളിക്കാം. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ വേരിയൻറ്റിൽ തന്നെ ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജി മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,22,000 രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,92,000 രൂപ. ജി വേരിയൻറ്റിൽ നമുക്ക് CNG കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ടോപ്പ് എൻഡ് മാനുവൽ വേരിയൻ്റ്, അതായത് വി മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,08,000 രൂപയാണ്. ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,78,000 രൂപയാണ്. നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 3+3 ഇൻഷുറൻസ്, പിന്നെ വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്, TCS, പിന്നെ റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ചാർജ്, ഇത്രയും മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അഡീഷണലി ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്സസറീസോ അതല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ അഡീഷണൽ പ്രൈസ് കാര്യങ്ങൾ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം നാളുകളായി കുറേ കമൻറ്റുകൾ വരുന്നു റിമ്യൂവിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത്. ഫോർ മോർ ഇൻഫോ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. റിമ്യൂവിൽ നിന്നല്ല, ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.